സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉള്ളവരോട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പാത്ത് തന്നെയാണ്. കാരണം ആ ഒരു ഐഡിയ കെട്ടിപ്പിടിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ ഒരു മുട്ട് വിരിയാൻ പോകുന്നില്ല. ഞാൻ +2 കഴിഞ്ഞിട്ട് ആക്ച്വലി സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു സംഗതി ഞാൻ കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇത് മറ്റെൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലി ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അന്ന് ഈ ഒരു സാധനം ഇല്ല. അന്ന് ഓക്കെ ടിപ്പിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആയിരിക്കണം, സർട്ടിഫിക്കറ്റാണ് എല്ലാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അത് ക്രാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കുറേ ക്രിറ്റിസിസം അല്ലെങ്കിൽ ആ ഒരു സാധനം ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്നും ആവില്ല അല്ലെങ്കിൽ ഇവിടെ എത്തില്ല ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെൽഫ് ലേൺ ചെയ്തിട്ട് വെബ് ഡെവലപ്മെൻറ്റ് മെർജ് ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാനൊരു 6 മാസം വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഈ ഒരു സാധനം എനിക്ക് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ സ്കിൽസ് ത്രൂ ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്കിൽസ് ഉണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ. നമ്മൾ റെഡിയാണ്, നമുക്ക് സെൽഫ് ലേൺ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്കിൽസ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്നുള്ള ആ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് ഇങ്ങനെ ഈ ഒരു ജേണി ത്രൂ എനിക്ക് കാണിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരും കൂടി ഇത് എൻ്റെ ഒരു പാത്ത് അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ശരിക്ക് എണിക്കുമെന്നുള്ള രീതിയിലേക്ക് പിന്നെ ഒരു ആശയമായിട്ട് അത് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് എന്നെ ഇത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സർക്കിൾ എനിക്കില്ല. അപ്പോൾ അത് തേടിയിട്ട് ഞാൻ കാലിക്കറ്റ് ഇറങ്ങുക ചെയ്യുന്നത്. കാലിക്കറ്റ് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ബിസിനസ് പാർക്ക് പോലത്തെ പ്ലേസിലിരിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് ഞാൻ ഇറങ്ങി വരിക ചെയ്യാം. അപ്പോൾ ഇത് ഇനീഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇത് വാലിഡേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു പോയിന്റിൽ ഒരാൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പോയിന്റിൽ നിന്നാണ് ആക്ച്വലി SRനെ കാലിക്കറ്റ് ബിസിനസ് പാർക്കിൽ വെച്ച് കാണുന്നത്. അപ്പോൾ സാറുമായിട്ട് സംഗതി ഡിസ്കസ് ചെയ്തു. അപ്പോൾ സാറിന് ഈ പറഞ്ഞ ഒരു ആശയം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം സാറും ഓൾമോസ്റ്റ് സെയിം പാത്തിലൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട്സ് കിട്ടി. അപ്പോൾ തന്നെ ഇങ്ങനെ ഈ രീതിയിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്തു. അല്ലെങ്കിൽ SRൻ്റെ സർക്കിളിൽ തന്നെയുള്ള കുറേ പേരുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓരോ ഫീൽഡിലും പല തരത്തിലുള്ള ഫീൽഡിലുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. കുറേ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോഴേ എനിക്ക് അതിലേക്കുള്ള ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഈ ഒരു നെറ്റ്വർക്ക് കിട്ടി. അന്ന് ഞാൻ ഒരുപാട് ഈ ഒരു കിട്ടിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ആക്സസ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ യൂസ് ചെയ്തു. ഫസ്റ്റ് തിങ് അതാണ് ഞാൻ ചെയ്തത്. അതായത് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള റിസോഴ്സസ്, ഏത് ഇവൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പോവുക, അറ്റൻഡ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ എൻ്റെ ലേണിങ്സ് കൂടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ലേണിങ്സ് കൂടിക്കൊണ്ടിരുന്നു. അതിന് വരുന്ന ഓരോ അപ്ഡേഷൻസും ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനത്തെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ അത് SRും അത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെ ഒരു റാക്ക് എന്നുള്ള ആശയം ഷെയർ ചെയ്യുന്നതും അതിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ കാണുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി വന്നു അല്ലെങ്കിൽ ഇത് എനിക്ക് സപ്പോർട്ടായി വന്നു. പിന്നീട് റാക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു കോർപ്പറേറ്റ് രീതിയിലേക്ക് എനിക്കുള്ള ഹെൽപ്പ് കിട്ടും. പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിലുണ്ട്, പല രീതിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇനി കൂടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഒരു പ്രൊജക്റ്റാണ്. ഇനീഷ്യലി തന്നെ അതിലൊരു ചെറിയ ഭാഗമാവാൻ പറഞ്ഞാൽ അതൊരു വലിയൊരു ട്രാക്ഷൻ്റെ ഒരു ജേണിയിൽ കൊണ്ടുവരും. ഇങ്ങനത്തെ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ അതിൽ കണ്ടു. സോ അങ്ങനെയാണ് ആ ഒരു ജേണി ഉണ്ടാകുന്നത്. പിന്നീട് SRനെ ഷെയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. കാരണം SRൻ്റെ തന്നെ ഒരു വലിയ ഡ്രീമാണ് റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആവുക എന്നൊക്കെ പറയുമ്പോൾ റാക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു, തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയ വാലിഡേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്രോസസ്സിൽ ഞാൻ സ്റ്റക്കായിട്ടുണ്ട്. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇതൊരു 3 മാസം കൊണ്ട് മേ ബി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. ഒന്നും കൂടി സ്പീഡായേനെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ഒരു സിസ്റ്റം അവിടെ ഉണ്ട്, അത്രയും SOPs അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറിലാവും ഞാൻ പോകുന്നുണ്ടാവും. എന്താണ് ഫസ്റ്റ്, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, ഇതിനുള്ള ഒരു പ്രോപ്പർ ആൻസർ ഉണ്ടാവും. സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉള്ളവരോട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പാത്ത് തന്നെയാണ്. കാരണം ആ ഒരു ഐഡിയ കെട്ടിപ്പിടിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ ഒരു മുട്ട് വിരിയാൻ പോകുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അത് തേടി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു നെറ്റ്വർക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തേടി ഇറങ്ങുക. ചിലപ്പോൾ നമ്മളെ വീട് വിട്ടിറങ്ങേണ്ടി വരും, നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ വിട്ടിറങ്ങേണ്ടി വരും. തേടി ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ പല വ്യക്തികൾ നമ്മൾ മീറ്റ് ചെയ്യും. ഇപ്പോൾ റാക്ക് പോലുള്ള എക്കോസിസ്റ്റംസ് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. ഒരുപാട് ഈ ഒരു സിസ്റ്റംസ് വെച്ചിട്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ പാത്തിലൂടെ സഞ്ചരിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കംപ്ലീറ്റ് ഹെൽപ്പും അവർക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. സോ ഡ്രീം ചെയ്യാതെ അതിലുപരി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ട്
ഒരു പുറത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അപ്പോൾ ആ ഒരു സംഗതികൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ തേടിയെത്തും. ദാറ്റ്സ് ഇറ്റ്.